നമസ്കാരം, ഞാൻ വിദ്യ രാജേഷ് ഫ്രം ഇവോക്ക് വിദ്യായോഗ. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് മെൻസ്ട്രേഷനും മെനോപോസും. മെനോപോസിൻ്റെ സമയത്തുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെ യോഗയിലൂടെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. ബദ്ധകോണാസനം ചെയ്യാൻ വേണ്ടി കാലുകൾ ഓരോന്നായി മടക്കി വയ്ക്കാം. അതിനുശേഷം പാദങ്ങൾ ചേർത്ത് വെച്ച് കൈകൾ വയറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അവിടുന്ന് നോർമൽ ബ്രീത്ത് എടുക്കാം. ഒരു 30 സെക്കൻഡ് ഇതുപോലെ കിടന്ന ശേഷം പാദങ്ങൾ ഓരോന്നായി നിവർത്തി വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് സേതുബന്ധനാസനം ചെയ്യാം. അതിനുവേണ്ടി കാലുകൾ ഓരോന്നായി മുട്ടുമടക്കി പാദങ്ങൾ നിലത്ത് പതിച്ച് വയ്ക്കുക. വലത് കൈ കൊണ്ട് വലത് കാലിൻ്റെ ഹീലും ഇടത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ ഹീലും പിടിക്കുക. പിടിക്കാൻ സാധിക്കാത്തവർ കൈപ്പത്തി നിലത്ത് പതിച്ച് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് മാക്സിമം മുകളിലേക്ക് ഉയർത്തുക. അവിടെ നോർമൽ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് സാവധാനത്തിൽ താഴേക്ക് കൊണ്ടുവന്ന് പാദങ്ങൾ ഓരോന്നായി നിവർത്തി വയ്ക്കുക. ഇനി നമുക്ക് കമിഴ്ന്ന് കിടന്നുകൊണ്ട് ധനുരാസനവും അർദ്ധശലഭാസനവും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് മധുരാസനത്തിൽ കിടന്ന ശേഷം താടി നിലത്ത് പതിച്ച് വയ്ക്കുക. ധനുരാസനം ചെയ്യാൻ വേണ്ടിയിട്ട് വലത് കൈ കൊണ്ട് വലത് കാൽ പിടിക്കുക, ഇടത് കൈ കൊണ്ട് ഇടത് കാൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി നെഞ്ചുയർത്തി മുകളിലേക്ക് നോക്കുക. നോർമൽ ബ്രീത്ത് എടുക്കുക. എക്സെയിൽ ചെയ്തുകൊണ്ട് തല സാവധാനത്തിൽ താഴേക്ക് കൊണ്ടുവരിക. കൈകൾ വിട്ട് പാദങ്ങൾ ഓരോന്നായി നിലത്ത് പതിച്ച് വയ്ക്കുക. അർദ്ധശലഭാസനം ചെയ്യാൻ വേണ്ടിയിട്ട് പാദങ്ങൾ ചേർത്ത് വയ്ക്കാം. കൈകൾ അരയുടെ ഇരുവശത്തുമായി നിലത്ത് പതിച്ച് വയ്ക്കാം. താടി പറ്റുമെങ്കിൽ നിലത്ത് പതിച്ച് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ താഴേക്ക് കൊണ്ടുവരാം.